JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 2025 അപൂർവ ഗ്രഹസംഗമത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പല ഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. അതൊരു അപൂർവമായ കാര്യമാണ്. സാധാരണഗതിയിൽ അങ്ങനെ നടക്കാറില്ല. സൂര്യന്, ചന്ദ്രന്, ബുധന്, ശുക്രന്, ശനി, രാഹു, ഇത്രയും ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വന്നു ചേരുന്നത് വളരെ അപൂർവമാണ്. അതിനെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിൽ ഓരോ രാശിക്കാരുടെയോ നക്ഷത്രക്കാരുടെയോ ഒന്നും ഫലങ്ങളെ സംബന്ധിച്ച് യാതൊരു സൂചനയും നൽകിയിരുന്നില്ല. പൊതുവായ ചില കാര്യങ്ങളാണ്. അപ്പോൾ ചിലർ അതിൽ അതുപോലെ തന്നെ അല്ലാതെ ഫോണിലൂടെ അഭിപ്രായപ്പെട്ടു, ഓരോ രാശിക്കാരുടെ ഫലം ഇതനുസരിച്ച് എങ്ങനെയായിരിക്കുമെന്നൊന്ന് പറയാമോ. പിന്നെ ചിലർ ആദ്യത്തെ വീഡിയോയിൽ ചെറിയ അഭിപ്രായമൊക്കെ ഇട്ടു, ഇത് ഒരുപാട് നീണ്ടുപോയി എന്നുള്ള രീതി. അതുകൊണ്ട് ഒരുപാടൊന്നും വിസ്തരിക്കുന്നില്ല. ഈ നീട്ടി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി, അല്ലാതെ കുറേ സമയം നീട്ടിപ്പോയതുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല. അപ്പോൾ കേൾക്കുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഓരോ കാര്യങ്ങളും വിശദമായി പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ മേടം രാശിക്കൂറുകാരുടെ, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അവരുടെ അനുഭവം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ. ഇത് മീനമാസം 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഇതിൻ്റെ കാലാവധി കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ മാർച്ച് 29 മുതൽ ഏപ്രിൽ 13 വരെ. കാരണം മീനൻ രാശിയിൽ സൂര്യൻ വരുന്ന ഒരു സമയം, അതുപോലെ തന്നെ ശനി കൂടി വരുന്ന സമയം, ഇതെല്ലാം കൂടി ചേർത്താണ് ഇങ്ങനെ ഒരു സമയം ഉണ്ടാക്കിയത്. ഇതിൽ ആദ്യത്തെ 2 ദിവസം മാത്രമേ ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുന്നുള്ളൂ. കാരണം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ മാത്രം, അതായത് 29, 30 ദിവസം മാർച്ച്. അപ്പോൾ മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ, മേടൻ രാശിയുടെ ജന്മരാശാധിപൻ, അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ ആരാണ് ആ രാശിക്കൂറുകാരുടെ എന്ന് ചോദിക്കുമ്പോൾ ചൊവ്വയാണ്. ഈ ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി വരെ മിഥുനൻ രാശിയിലും അത് കഴിയുമ്പോൾ കർക്കിടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചൊവ്വയുടെ നീചരാശിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സവിശേഷതയും കൂടി ഈ ഏപ്രിൽ 3-ന് ശേഷമുണ്ട്. ഇപ്പോൾ ബുധൻ നീചരാശിയിൽ നിൽക്കുന്ന കാര്യവും ബുധൻ നീചരാശിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ചുമൊക്കെ പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തെന്ന് പറയുമ്പോൾ, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബുധനും ശുക്രനും, ബുധൻ നീചത്തിലാണെങ്കിലും അത് വക്രഗതിയിലാണ്, ശുക്രൻ ഉച്ചത്തിലാണെങ്കിലും അതും വക്രഗതിയിലാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ 12-ാം ഭാവമാണ് മീനൻ രാശി. ആ മീനൻ രാശിയിലാണ് സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും എല്ലാവരും നിൽക്കുന്നു. ജന്മരാശാധിപനായ ചൊവ്വ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവാധിപനെന്നല്ല, 3-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പം 3-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ 3-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധനും 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ ചൊവ്വയുടെ ശത്രു എന്ന് പറയുമ്പോൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെ നിന്നവരും നീരസത്തോടെ ഒന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം വരും. അവർക്ക് കാര്യമായ സഹായമൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ളതാണ് വിഷയം. കാരണം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ പഴയ പല വീഡിയോ ആരുടെ എടുത്ത് നോക്കിയാലും അവർക്ക് വളരെ ഒരുപാട് മെച്ചം ഒക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കൂടുതലും വന്നിട്ടുള്ളത്, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 11-ലെ ശനിയും 2-ാം ഭാവത്തിലെ വ്യാഴവും. ഈ 2-ാം ഭാവത്തിലെ വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പം 2-ാം ഭാവാധിപൻ ആരാണ് എന്നൊരു ചോദ്യം കൂടി വരും. 2-ാം ഭാവാധിപൻ ശുക്രനും ഈ വ്യാഴവും തമ്മിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മേടൻ രാശാധിപനായ ചൊവ്വയും ശുക്രനും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ള സ്ഥിതിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത്. കാരണം ഒരുപാട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യമൊന്നുമില്ല. 11-ലെ ശനി നല്ലതാണ്, മൂലക്ഷേത്രത്തിലാണ് നിന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കൂടെ ഒന്നിച്ച്, വ്യാഴവും ചൊവ്വയും ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒന്നിച്ച് 12-ാം ഭാവത്തിലേക്ക് അങ്ങ് മാറി നിൽക്കുന്നു. ഈ 12-ാം ഭാവത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ നഷ്ടസ്ഥാനമെന്നും വ്യയസ്ഥാനമെന്നും ഒക്കെയാണ് പൊതുവേ പറയുന്നത്. എന്നാൽ എല്ലാ ഗ്രഹങ്ങളും 12-ാം ഭാവത്തിൽ നിന്ന് നഷ്ടമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യയമാണോ എന്ന് ചോദിച്ചാൽ അല്ല.
ഇപ്പം ശുക്രനെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ യാതൊരു ദോഷവും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് അത് ഉച്ചരാശിയിലും വക്രത്തിലുമാണ്. അങ്ങനെ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഗ്രഹങ്ങളും മോശക്കാരാണ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. 2ാം ഭാവത്തിൽ, മേടൻ രാശിക്കാരുടെ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഗോചരഭാവത്തിലാണ്. പക്ഷെ 12ൽ ഒരു ഗ്രഹം നിന്നാൽ ആ ഗോചരഭാവത്തെ വേധിക്കപ്പെടും, അല്ലെങ്കിൽ അതിന് തടസ്സം വരും എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ 12ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം വന്ന് കയറി നിൽക്കുന്നത്. അപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കൊണ്ട് എന്തെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ടാകുമോ എന്ന് ചോദിച്ചാലില്ല. പിന്നെ വേണമെങ്കിൽ 11ാം ഭാവത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേണമെങ്കിൽ പറയാം. 2ാം ഭാവാധിപൻ 11ൽ നിൽക്കുന്നു, 11ാം ഭാവാധിപൻ 2ൽ നിൽക്കുന്നു. ആ പറയുന്നതിൻ്റെ ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചുകൂടാ എന്നൊന്നുമില്ല. എന്ന് പറയുമ്പോൾ ചെറിയ ചില ഗുണങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാകാം എന്നതാണ് അതുകൊണ്ടുള്ള ഒരു സൂചന തരുന്നത്. സാമ്പത്തികമായും കുടുംബപരമായും അത്ര നല്ല കാലമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ 2ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി തന്നെ വെച്ച് നോക്കുമ്പോൾ വ്യാഴം ഭാഗ്യാധിപൻ കൂടി ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ മേടലഗ്നക്കാരും മേടരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 9ാം ഭാവത്തിൻ്റെ ആധിപത്യം വന്നതുകൊണ്ട് അതിന് ഭാഗ്യാധിപൻ 2ാം ഭാവത്തിൽ നിന്നാൽ അത് നല്ലതാണ്. ജാതകത്തിലാണെങ്കിൽ അത് വളരെയേറെ മെച്ചം ചെയ്യും. എന്നാൽ ഇവിടെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ വ്യാഴം നല്ല നിലയിലൊക്കെ ജാതകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ മെച്ചമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അത്രയൊക്കെ അതിന് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഈ 12ാം ഭാവത്തിൻ്റെ സ്ഥിതിയും ദൂരദേശയാത്ര അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ വരാം. അധിക ചിലവ്, കാരണം 12ാം ഭാവാധിപനാണ് 2ൽ നിൽക്കുന്നത്. അപ്പം വരവും ചിലവും അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 12ാം ഭാവം ചിലവിനെ സൂചിപ്പിക്കുമ്പോൾ 2ാം ഭാവം ധനഭാവത്തെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ മേന്മ ഉണ്ടാകുമ്പോൾ തന്നെ അതുപോലെ അത് ചിലവ് ആയി പോകുന്ന എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഓരോന്നായിട്ട് നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ 12ാം ഭാവത്തിലാണ്. ഇത് സൂര്യൻ്റെ 12ാം ഭാവം എന്ന് പറയുന്നത് വേദസ്ഥാനമാണ്. അപ്പോൾ സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് പിതാവ്, അച്ഛനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, 2 സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ, സർക്കാർ ജോലിക്കാരോ അല്ല സർക്കാരിൻ്റെ സേവനം ഏതെങ്കിലും ചെയ്യുന്നവരോ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊന്നും ഇതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഈ 12ാം ഭാവത്തിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചന്ദ്രൻ 2 ദിവസം 12 വരും, അത് 29, 30 ദിവസങ്ങൾ. അപ്പോൾ ഈ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ കാര്യദോഷം, ധനനഷ്ടം, മനപ്രയാസം. കാരണം ചന്ദ്രനാണ്, അത് മാതാവിനെ സൂചിപ്പിക്കുന്നതാണ്, സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്, മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയോ ആരോഗ്യ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിഷയമായിട്ട് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില മനപ്രയാസങ്ങളും ചില കഷ്ടതകളും ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാം അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ബുധൻ്റെ കാര്യം എടുത്താലോ, ബുധൻ 12ാം ഭാവത്തിൽ നീചവും വക്രവും ചേർന്ന് വേദഭാവത്തിലാണ് നിൽക്കുന്നത്. കാരണം 12ലെ ബുധൻ അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്ന ഒരു ഭാവത്തിലല്ല. അത് ചിലപ്പോൾ ശത്രുത ഉണ്ടാക്കാം, കലഹം ഉണ്ടാക്കാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഈ ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് വിദ്യാഭ്യാസം, 2 ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, യുവജനങ്ങൾ, ഇവരൊക്കെയാണ് ബുധൻ്റെ കീഴിൽ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിവര കൈമാറ്റം, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ഇതൊക്കെയാണ്. ഈ 12ൽ ബുധനാണെങ്കിലും 12ൽ ഇപ്പോൾ വക്രഗതിയിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇച്ചിരി നീചഭംഗത്തിൻ്റെ സൂചനയൊക്കെ വന്നു തുടങ്ങുന്ന കാലം കൂടിയാണ് ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ, മാർച്ച് അവസാനമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ പരാജയം നേരിട്ടവർ, അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോയവർ, പൂർത്തിയാക്കാൻ കഴിയാതെ വന്നവർ, വീണ്ടും പഠിക്കാൻ അവസരമില്ലാതെ പോയവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ്. വിദ്യാഭ്യാസം തുടങ്ങാനും തുടരാനും അതിലെന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകണമെന്ന് ചിന്തിക്കാനും വിജയവും ലാഭവും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകാനുമൊക്കെ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറണം എന്നുള്ള ഒരു തോന്നൽ
ഇവരുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകും. ആദ്യം മനസ്സിലുണ്ടായെങ്കിൽ നല്ലതായാലും ചീത്തയായാലും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പം കൂടെ നിന്നവരൊക്കെ, അങ്ങനെയും കൂടെ പറയണമല്ലോ, 12 കൂടെ നിന്നവരൊക്കെ അവരൊക്കെ കുറേ പേരൊക്കെ ഒഴിഞ്ഞു മാറും. അതുപോലെ തന്നെ ചിലരൊക്കെ ശത്രുതാപരമായിട്ട് തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ ശത്രുതാപരമായി പെരുമാറുകയോ ഒക്കെ ചെയ്യാം. പിന്നെ 12 ശുക്രൻ, ബുധൻ കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണല്ലോ. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പം ഒന്ന് സ്ത്രീകളിൽ നിന്നുള്ള ലാഭം, രണ്ടാമത്തേത് ഭൗതിക സുഖ സൗകര്യങ്ങളുടെ മെച്ചം. സുഖത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സുഖമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർക്കാണെങ്കിൽ ഭക്ഷണ സുഖമാണ്, നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണം. ചിലരെ സംബന്ധിച്ചാണെന്നൊരു ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല വൃത്തിയായിട്ടൊക്കെ നടക്കണം. മറ്റു ചിലരെ സംബന്ധിച്ചാണ് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഈ സുഖം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും അത് വിവിധ തരത്തിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ 12 ശുക്രനാണെങ്കിലും അത് സുഖത്തെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ബന്ധവും നമുക്കവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും പലവിധ ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ശനി 10ാം ഭാവാധിപൻ 11-ൽ നിൽക്കുകയായിരുന്നല്ലോ കുറേ കാലം. അപ്പോൾ അങ്ങനെ തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും വളരെയേറെ പ്രതീക്ഷയോടെ മുന്നേറിക്കൊണ്ടിരുന്നവർക്ക് 12ാം ഭാവത്തിൽ മീനത്തിലേക്ക് ശനി വന്നപ്പോൾ അലച്ചിലും ബുദ്ധിമുട്ടും പ്രയാസവും അതുപോലെ ഓരോന്നും കുറേശ്ശെയായിട്ട് വരാൻ തുടങ്ങുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 12ാം ഭാവമായ വേദസ്ഥാനം, 12ാം ഭാവം ശനിയുടെ ഗോചരസ്ഥാനമല്ല, വേദസ്ഥാനമാണ്. വേദസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ഏപ്രിൽ 2 വരെ ശനിയുടെ ദോഷത്തിന് കുറവ് വരും. ഗോചരസ്ഥാനത്ത്, അതായത് 12 നിൽക്കുന്ന ഗ്രഹത്തിന് 3-ൽ ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ഗോചരത്തിലാണെങ്കിൽ വേദമാവും, വേദസ്ഥാനത്താണെങ്കിൽ ആ വേദത്തിനെ മാറ്റും. അതാണ്. അപ്പം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഏപ്രിൽ 2 വരെ 3-ൽ നിൽക്കുന്ന ചൊവ്വ ശനിയുടെ ദോഷത്തെ, അതായത് വേദം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ വേദദോഷത്തെ കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏപ്രിൽ 3 മുതൽ ഈ പറയുന്ന പോലെ തൊഴിൽപരമായും അതുപോലെ കർമ്മരംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഏപ്രിൽ 3 മുതൽ അങ്ങോട്ട് പോകുമ്പോൾ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലേക്ക് പോകും. അപ്പോൾ മാനസിക പ്രയാസങ്ങൾ, ടെൻഷന്, അതുപോലെ സഹോദരങ്ങളുമായിട്ട് വീട്ടിൽ, അതായത് താമസിക്കുന്ന 4ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, മാതാവ്, ഈ വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം മാതാവുമായിട്ടും കുടുംബത്തിലുള്ളവരുമായിട്ടും വീട്ടിലുള്ളവരുമായിട്ടുമൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസവും ചില പഠനപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനിയും നിൽക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ 12ാം ഭാവത്തിലെ രാഹുവാണ്. ഈ 12ാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ കാര്യം അതിച്ചിരി വളഞ്ഞ വഴിയും വക്രബുദ്ധിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അത് നിൽക്കുന്നത് എവിടെയാണോ അതിൻ്റെ ചെറിയ മെച്ചം ഉണ്ടാവും. ഇപ്പം മീനത്തിൻ്റെ രാശി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഈ രാഹുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പാപകർമ്മങ്ങൾ വളരെ രഹസ്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം രഹസ്യമായി ഒന്ന് പ്രയോഗിക്കുന്ന സ്വഭാവം ഇവരിൽ കാണും. അത് ശുക്രനുമായിട്ടൊരു ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയം അത് വളരെ രഹസ്യമായിട്ടുമൊക്കെ ആയിരിക്കും നടക്കുന്നത്. ശനിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പം ചില അപവാദങ്ങൾ, ആരോപണങ്ങൾ, ഇങ്ങനെ പലതും. പിന്നെ വേറൊരു കാര്യമെന്ന് പറയും, സുഖത്തിന് പിന്നാലെ പോകുന്ന ഒരു കാര്യം കൂടി നമുക്കതിൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പം അന്യനാട്ടിൽ നിന്നൊക്കെ ചില ലാഭങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ അവിചാരിതമായ ചില നഷ്ടങ്ങളും വന്നുകൂടും. ശനി രാഹു യോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും ജാതകത്തിലൊക്കെ ഉള്ളവർക്ക് കുറ്റവാസന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശനി രാഹു ബന്ധം ജാതകത്തിൽ ഉള്ളവരാണെങ്കിൽ കേസ്, വഴക്ക്, കോടതി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വരാം. കാരണം സ്വാഭാവികമായിട്ടും പല നിയമപ്രശ്നങ്ങളും വരാം. എന്ന് പറയുമ്പോൾ കുറ്റവാസനകൾ കൂടും. അത് വളരെ രഹസ്യമായിട്ടായാലും ഗോപ്യമായിട്ടായാലും
അതൊക്കെ ചിലപ്പോൾ പിടിക്കപ്പെടുകയും പ്രശ്നമുണ്ടാവുകയൊക്കെ ചെയ്യും. കാരണം ഈ സുഖത്തിന് പിന്നാലെ പോവുക എന്ന് പറയുമ്പം അത് പലതരത്തിലുള്ള സുഖമാകാം, ലഹരിയാകാം, മദ്യപാനമാകാം, കുറ്റകൃത്യങ്ങളാകാം, അക്രമവാസനയും അതുപോലെ തന്നെ ആയുധങ്ങളെ സൂചിപ്പിക്കുന്നതും പലതരത്തിലുള്ള ബന്ധങ്ങളെ എന്ന് പറയുമ്പം അന്യദേശ ബന്ധങ്ങളെ വരെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ചില കൂട്ടുകെട്ടുകളും ചില ബന്ധങ്ങളുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വരാം എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ, പൊരുത്തക്കേടുകളൊക്കെ വരാം, ചില പ്രയാസങ്ങൾ വരാം, അപവാദങ്ങൾ വരാം, ആരോപണങ്ങൾ വരാം, അതുപോലെ വീട്ടിൽ കലഹം ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചില എടുത്തിച്ചാട്ടവും മുൻകോപവും. കാരണം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രാശ്യാധിപൻ ചൊവ്വ അത് 3ഉം 4ഉം ഭാവങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില എടുത്തിച്ചാട്ടം, കോപം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാം. പിന്നെ കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ 3 മുതൽ പോകുമ്പോൾ അത് കർക്കിടകൻ രാശി ജലരാശി ആയതുകൊണ്ട് ശശിമംഗള യോഗത്തിൻ്റെ ഒരു സ്വഭാവം, ശശിമംഗള യോഗം എന്നല്ല പറഞ്ഞത്, കർക്കിടകൻ രാശിയിലെ ചൊവ്വ അല്പം ശാന്തതയെയും അതുപോലെ സ്ത്രീകളുമായിട്ടൊക്കെ ഒന്ന് കൂടിച്ചേർന്ന് പോകാൻ, അല്ലെങ്കിൽ വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണമെന്നും വലിയ എടുത്തിയാട്ടവും മുൻകോപവും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കണമെന്നും ഒക്കെ തോന്നുന്ന ഒരു സന്ദർഭത്തിലേക്കും ഒരു സമയത്തിലേക്കും ഒക്കെ വരും. ഈ പൊതുവേ പറയുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അത്ര നല്ല ഫലങ്ങളല്ല, കുറച്ചൊക്കെ നല്ല ഫലങ്ങൾ വരാം എന്നുള്ളതേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടു ബിസിനസ്, മറ്റുള്ളവരുമായി ചേർന്നുള്ള ഏത് പരിപാടിയായാലും അതൊക്കെ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടം, വിദേശ പഠനം, വിദേശത്തെ ജോലി, ഉന്നത വിദ്യാഭ്യാസം, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ അത്തരത്തിൽ കോൺട്രാക്ട് വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവർ, ബിസിനസ്സുകാർ, കൂട്ടു ബിസിനസ്സുകാർ, ആരുടെയെങ്കിലും പങ്കാളിത്തത്തോടൊക്കെ നടക്കുന്നവർ, അല്ലെങ്കിൽ വിശ്വസിച്ച് ആരെങ്കിലും ഏൽപ്പിക്കുന്ന ബിസിനസ്സുകൾ, പിന്നെ സർക്കാർ ജോലി, കൂടെ ജോലി ചെയ്യുന്നവരായാലും ഒരേ സ്ഥാപനത്തിൽ ഒരേ വകുപ്പിലുള്ളവരായാലും അവരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ കണ്ടെത്തും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ കുറേ കൂടി ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ, അതുപോലെ അനാവശ്യമായ വിഷയങ്ങളിൽ ഏർപ്പെടാതെ കുറേയൊക്കെ ആലോചിച്ചും കണ്ടും ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്പം ദൈവവിശ്വാസവും അതും ഇതുമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകും. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയും നിങ്ങളുടെ സുഹൃത്തുക്കളായ മേടൻ രാശിക്കാരുണ്ടെങ്കിൽ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.